Hello viewers, welcome to another video. എൻ്റെ പേര് അൽഫി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തന്നെ അഗെയിൻ മീഷോ ഹോൾ വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് മീഷോയുടെ ടീഷർട്ട് ഹോൾ വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം കാണിക്കാൻ പോകുന്നത് ഡ്രസ്സസിൻ്റെ, അതായത് നല്ല ഇറക്കമുള്ള ഫുള്ളി മാക്സി ഡ്രസ്സിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. ആദ്യമായിട്ട് ഡെയിലി എൻ്റെ ചാനൽ കാണുകയും പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതിൻ്റെ അടുത്ത് ബട്ടൺ ഉണ്ട്, അതും കൂടെ ഓൾ ബട്ടൺ ആക്കിയിടുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഒരുപാട് ബ്ലാ ബ്ലാ പറയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫുള്ളി ലെങ്തി ആയിട്ടുള്ള മാക്സി ഡ്രസ്സിൻ്റെ വീഡിയോ ആണ്. ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ മാക്സി ഡ്രസ്സിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കാര്യം പറയാനുള്ളത്, 5 ഡ്രസ്സ് ഓർഡർ ചെയ്തു. പക്ഷെ അതിലുള്ളത് ഒരെണ്ണം ഞാൻ ഓർഡർ ചെയ്തേ ഒരു സാധനമല്ല വന്നേക്കുന്നത്, വേറെ ഒരു പ്രോഡക്റ്റാണ് വന്നേക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം ലെറ്റ്സ് ഗെറ്റ് വീഡിയോ. നമുക്ക് ഓരോ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ഇത് പോൾക്കാട്ടോട്ടിൻ്റെ ഒരു നേവി ബ്ലൂ കളറിലുള്ള ഒരു മാക്സി ഡ്രസ്സാണ് വന്നേക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത്. ഫുള്ളായിട്ടുള്ള ഇത് കാണിക്കാം. ഇത് വന്നിട്ട് ഇങ്ങനെയാട്ടോ. നല്ല എനിക്ക് ഇഷ്ടമായി. ഈ വന്ന ഡ്രസ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഡ്രസ്സാണ് ഈ ഡ്രസ്സ്. ഈ ഡ്രസ്സിൻ്റെ ഇതാണ് ഒരു പോർഷൻ എന്ന് പറയുന്നത്. പോൾക്കാട്ടോട്ടിലെ നൈസായിട്ടുള്ള മെറ്റീരിയലാണ്. നിങ്ങൾക്ക് അവിടെ മെറ്റീരിയൽ കാണാൻ പറ്റും. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതിൻ്റെ കൂടെ ലൈനിങ്ങും കാര്യങ്ങളും അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഹൈനെക്കാണ് വന്നേക്കുന്നത്. എന്നിട്ട് ഇതിവിടെ കണ്ടോ, ഈ കഴുത്തിൻ്റെ പോർഷനിൽ ഇങ്ങനെ ഫ്ലീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ തൊട്ട് ഇങ്ങനെ, ഇതാണ് നമ്മുടെ ഹിപ്പ് പോർഷൻ ഇങ്ങനെ പോരുവാണ്. അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ തട്ടായിട്ടുള്ള ഡ്രസ്സാണ് വന്നേക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഈ ഡ്രസ്സ്. ഇതിൻ്റെ എസ്പെഷ്യലി ഇതിന് പറയാനായിട്ട് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ നെക്ക് പീസ് തന്നെയാണ് കേട്ടോ. ഇതാണ് ഇതിനകത്തൊരു ഭംഗി. ആൻഡ് ഓൾസോ ഇതൊരു സ്ലീവ്ലെസ് ഡ്രസ്സാണ്. ആൻഡ് ഇവിടെ ഒരു ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ടൈ ചെയ്ത് നമ്മുടെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സാണ് ഈ ഡ്രസ്സ്. ബാക്ക് പോർഷനിൽ 2 ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡ്രസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇത്. മെറ്റീരിയൽ വൈസ് ആണെങ്കിലും കാണാനും നല്ല ഭംഗിയുള്ള പോൾക്കാട്ടോട്ടിൻ്റെ നേവി ബ്ലൂവിലുള്ള ഡ്രസ്സാണിത്. then നമ്മൾ അടുത്തായിട്ട് പർച്ചേസ് ചെയ്ത് കുറേ നാളായിട്ട് ഇങ്ങനെ കാണുന്ന ഒരു ഡ്രസ്സാണ്. വാങ്ങി ട്രൈ ചെയ്യണമെന്ന് തോന്നിയ ഒരു ഡ്രസ്സാണ് ഈ ഡ്രസ്സ്. ഇത് വന്നിട്ട് വൈറ്റ് കളറിൽ ഇതും ഒരു ബ്ലാക്ക് ഡോട്ട് വരുന്ന ഡ്രസ്സാണ്. ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസ്റ്റർ ആണെന്ന് വെച്ചാൽ പോളിസ്റ്റർ അല്ല. എനിക്കറിയില്ല മെറ്റീരിയൽ എങ്ങനെ പറയുന്നത്. ലോക്കൽ ക്വാളിറ്റിയിലൊരു പോളിസ്റ്റർ മെറ്റീരിയൽ എന്ന് പറയാം. പക്ഷേ ലോക്കൽ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ വീഡിയോയിലൊക്കെ ഒന്നും കാണുമ്പോൾ മനസ്സിലാവത്തില്ല ഈ പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളൊന്നും. നേരിട്ട് ഒരാൾക്ക് എന്താ പറയുക, നമ്മളെ കാണുമ്പോൾ അത് മനസ്സിലാവില്ല. നമുക്കിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഈ ഡ്രസ്സിൻ്റെ ക്വാളിറ്റി കൊള്ളില്ല എന്ന് ഫീൽ ചെയ്യും. പക്ഷേ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ നന്നായിട്ട് ലുക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണ്. നമുക്ക് അത്യാവശ്യം വേറെ യുവൊക്കെ ചെയ്യട്ടെ, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. മെറ്റീരിയലിൻ്റെ ഒരു ക്വാളിറ്റി വൈസ് ഞാൻ പറഞ്ഞാണ് അത്രയും നല്ല മെറ്റീരിയൽ അല്ലാന്ന്. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഇങ്ങനെ ബട്ടൺസ് ആണ് വന്നേക്കുന്നത്. ബട്ടൺസിൻ്റെ ഇവിടെ വന്നിട്ട് ഇതുപോലെ തന്നെ ഇവിടെ ഇതുണ്ടാവും, ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതുണ്ടാവും. ഇവിടെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ വണ്ണം ഇവിടെയാണ് അഡ്ജസ്റ്റബിൾ ആകുന്നത്. ആൻഡ് ഈ ബട്ടണും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുക. ആൻഡ് ഓൾസോ ഞാൻ പറയാനല്ല, ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് നല്ല ഉപകാരപ്പെടുന്ന ഒന്നാണിത്. ഫീഡ് ചെയ്യുന്നവർക്ക് ഈ ബട്ടൺസ് കംപ്ലീറ്റ് ഊരിയിട്ട്, അതായത് ഹിപ്പിൻ്റെ പോർഷൻ വരെ ബട്ടൺസ് ഉണ്ട്, ആ ബട്ടൺസ് ഊരിയിട്ട് നിങ്ങൾക്ക് ഫീഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിൻ്റെ സ്ലീവ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ സ്ലീവാണ് വന്നേക്കുന്നത്. ഭയങ്കര ഭംഗിയിലാണ് ആ ബട്ടർഫ്ലൈ സ്ലീവും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ആ ഉടുപ്പിൻ്റെ നെക്ക് പീസാണ് ഹൈലൈറ്റിങ്. ഈ ഉടുപ്പിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബട്ടർഫ്ലൈ സ്ലീവാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആൻഡ് ഇങ്ങനെ ഇത് കണ്ടോ, ഇതുപോലെ ഫ്ലീറ്റഡ് ആയിട്ടുള്ള, നമ്മുടെ സ്കേർട്ടിൻ്റെയൊക്കെ ഫ്ലീറ്റഡ് വരുന്നില്ല, അതുപോലെ ഫ്ലീറ്റഡ് ആയിട്ടുള്ള ഫുള്ളി മാക്സി ഡ്രസ്സാണ് ഈ ഡ്രസ്സ്. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് പരിചയപ്പെടാം. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ഡ്രസ്സാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ താഴോട്ട് വന്നേക്കുന്നത് ഇതുപോലെ ഗ്യാദേഴ്സ് വന്നിട്ട് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗ്യാദേഴ്സ് കൊടുത്തേക്കുവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുക്കാം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു വള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടൈ ചെയ്തിട്ട് ബാക്കിലാണ് ഇതിൻ്റെ ഒരു ഭംഗി പോയേക്കുന്നത്. ഇത് വന്നിട്ട് 3/4 സ്ലീവാണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഫുൾ സ്ലീവ് ഉണ്ട്. 3/4 ആയിട്ട് ഇടുന്നവർക്ക് 3/4 ആയിട്ട് വെയർ ചെയ്യാം. അത്യാവശ്യം ഒരു 3/4 എന്ന് പറഞ്ഞാൽ ഒരു മുക്കാൽ കൈ ഇത്രയെങ്കിലും മിനിമം കൈ കാണും. ആൻഡ് ഇത് വന്നിട്ട്
ഇങ്ങനെ വന്നേക്കുന്ന ഒരു ഫ്ലീറ്റഡ് ആണ് ഇതിൻ്റെ വന്നേക്കുന്നത്. വേറെ ഡിസൈൻസും കാര്യങ്ങളൊന്നുമില്ല. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല ക്രേപ്പ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിന് വന്നേക്കുന്നത്. നല്ല മെറ്റീരിയൽ ആട്ടോ. ഇത്ര നാൾ ഞാൻ പോകത്തില്ലാത്ത സൈസ് മെറ്റീരിയലൊക്കെയാണ് ഇതിൻ്റെ വന്നേക്കുന്നത്. ആൻഡ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വന്നേക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. നമ്മുടെ ഹൽദിക്കും കാര്യങ്ങൾക്കൊക്കെ ഓറഞ്ച് ഷെയ്ഡ് യൂസ് ചെയ്യുന്നവർക്ക് നല്ല ലോ ബഡ്ജറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് പരിചയപ്പെടാം. ഇത് വന്നിട്ട് ഒരു മാക്സി ഡ്രസ്സാണ്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആഷ് കളറിൽ വന്നേക്കുന്ന ഒരു ഡ്രസ്സാണ്. നല്ല ഡ്രസ്സാട്ടോ. എല്ലാ ഡ്രസ്സും ഒന്നിനൊന്നിനും മെച്ചമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആ ബ്ലൂ ഡ്രസ്സായിരുന്നു. അതിന് ശേഷമുള്ള ഡ്രസ്സുകളൊന്നും കൊള്ളില്ല എന്നല്ല, നല്ല ഡ്രസ്സാണ്. അതിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്യാദേഴ്സും കാര്യങ്ങളൊക്കെ ബാക്കിൽ, അതായത് ഹൈനെക്ക് വീനെക്ക് പോലെ പോയേക്കാണ് താഴോട്ട്. ആൻഡ് ഇങ്ങനെ വീനെക്കല്ല, ഇങ്ങനെ തന്നെ റൗണ്ട് അപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഗ്യാദേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഈ പീസ് വന്നേക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു ടൈയും കാര്യങ്ങളൊക്കെയാണ്. ഇത് വന്നിട്ട് ഫുൾ സ്ലീവ് ആട്ടോ വരുന്നത്. ഫുൾ സ്ലീവിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വന്നത്. നല്ല കളറാട്ടോ. ഒരു ആഷും ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ് ഈ ഒരു കളർ വന്നത്. അത് ഇങ്ങനെ ഡിസൈൻസും പാറ്റേൺസൊക്കെ ഒരു ഫ്ലോറൽ വർക്ക് പോലെ വന്നിട്ടാണ്. പിന്നെ നമ്മുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെയാണ് ഇലാസ്റ്റിക്കും കൊടുത്തേക്കുന്നത്. ഇതിന് മറ്റേ ഫ്ലീറ്റും അല്ലെങ്കിൽ ഇതിന് വന്നിട്ട് ഈ ഡ്രസ്സിന് വന്നിട്ട് തട്ടായിട്ടൊന്നും പോയിട്ടില്ല. പക്ഷെ ഏറ്റവും അറ്റത്ത് മാത്രം ഇതുപോലെ ഒരു മടക്കുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു ഇത് പോയേക്കുന്നത് കണ്ടോ, ഭയങ്കര ഭംഗിയായിട്ടുള്ള അതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ബാക്കി കംപ്ലീറ്റ്ലായിട്ട് ഈ സോഫ്റ്റ് ഡ്രസ്സിൽ ഇതുപോലത്തെ ഒരു വർക്ക്, സോഫ്റ്റ് മെറ്റീരിയൽ, നമ്മുടെ പണ്ടത്തെ സാരികളിൽ അമ്മമാർ കൊടുക്കുന്ന ആ ടൈപ്പ് ടെക്സ്ചറിലുള്ള ഒരു മെറ്റീരിയലാണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ നേരിട്ട് കാണാനും ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഈ ഡ്രസ്സ്. ആൻഡ് ഈ ഡ്രസ്സൊക്കെ നമുക്കൊരു ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ നല്ല സുഖമായിട്ട് വെയർ ചെയ്യാം. ഒരു 600 ബിലോ റേഞ്ചിൽ വരുന്ന ഡ്രസ്സുകളാണ് എല്ലാ ഡ്രസ്സും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഏറ്റവും ലാസ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ ഓർഡർ ചെയ്ത സാധനമേ അല്ല എനിക്ക് കിട്ടിയത്. ഞാൻ ഈ ഡ്രസ്സ് വന്നു കഴിഞ്ഞാൽ ഓർത്തിട്ട് ഏത് ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തില്ല. ഇങ്ങനെ ഇമേജ് എടുത്ത് ഞാൻ ഓർഡർ ചെയ്ത ലിസ്റ്റ് നോക്കിയപ്പോഴാണ് കാണുന്നത് ഞാൻ ഓർഡർ ചെയ്ത ഡ്രസ്സല്ല വന്നേക്കുന്നത്. അവർക്ക് മാറിപ്പോവേണ്ട അവർ അയച്ചേക്കുന്ന ഒരു ഡ്രസ്സാണ് ഈ ഡ്രസ്സ്. എൻ്റെ അമ്മ, എനിക്ക് 10 പൈസ, അതായത് വന്നത് നല്ലതാണേലും കുഴപ്പമില്ല, ഇത് 10 പൈസയ്ക്ക് പോലും ഇല്ലാത്തൊരു ഡ്രസ്സാണ് ഈ ഡ്രസ്സ്. ഓക്കെ, നമുക്കിത് റിവ്യൂ ചെയ്യാം. ഇത് കണ്ടു, ഇതാണ് ഈ ടെക്സ്ചറിൻ്റെ ഒരു മോഡൽ. ഇത് മീഡിയം സൈസും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. സ്ലീവ് വന്നിട്ട് ഇങ്ങനെയുമാണ്. ആൻഡ് വേറെ കാര്യങ്ങളൊന്നുമില്ല, ഒരു ബെൽറ്റോ ഒന്നുമില്ല. ഇതാണ് ഫുൾ പാറ്റേൺ വന്നേക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇതുപോലെ കംപ്ലീറ്റ്ലി ഇറക്കമുള്ളൊരു ഡ്രസ്സ്. ഇതിൻ്റെ അറ്റം വന്നിട്ട് ഇതുപോലെ ഒരു മടക്കി വന്നിട്ട് അത് തിരിച്ചടിച്ചിട്ടുണ്ട്. ഇത് തിരിച്ചടിച്ചേക്കുവാണ് ഇങ്ങനെ വന്നിട്ട്. വേറെ ഒന്നും ഇതിനകത്ത് അത് സ്റ്റൈൽ ചെയ്യാനായിട്ട് ഒരു ബെൽറ്റോ ഒന്നുമില്ല. ഒരു വൃത്തികെട്ട ഡ്രസ്സ്. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ഈ ഡ്രസ്സ്. മെറ്റീരിയൽ വൈസ് ഒട്ടും കൊള്ളില്ല, കാണാനും വലിയ ഭംഗിയില്ല. ഒട്ടും ഒരു വറക്കത്തില്ലാത്തൊരു ഡ്രസ്സാണ് ആ വന്നേക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ ഇമേജ് ഇവിടെ ആഡ് ചെയ്യാം. ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് വേറെയാണ്, പക്ഷെ വന്നത് ഈ പ്രൊഡക്റ്റാണ്. അത് കൊള്ളില്ലാണ്ടായി. പക്ഷെ ബാക്കി വന്ന 4 ഡ്രസ്സും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ള ഡ്രസ്സുകളാണ്. 600 ബിലോ, അതായത് 500 താഴെയിട്ടും വന്നേക്കുന്ന ഡ്രസ്സുകളാണ് എല്ലാ മാക്സി ഡ്രസ്സും ഒന്നിനൊന്നിനും മെച്ചമാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ണും പൂട്ടി മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത മാക്സി ഡ്രസ്സിൻ്റെ ഹോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ബട്ടൺ ആക്കി ഇടുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ടേക്ക് കെയർ.